സാർ നല്ലൊരു ഡോക്യുമെന്ററി വരുന്നുണ്ട്. പേര് ദി ലെജൻഡ്. കാണാൻ പോകുന്നുണ്ടോ? മെയ് 21-നാണ്. 40 ലക്ഷം രൂപയാണ്. സംഗീത വിരുന്ന് ഉൾപ്പെടെയുണ്ട്. അല്ല, ആ ഡോക്യുമെൻ്ററി കാണുന്നതിനാ നേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ തിരുവനന്തപുരത്ത് കഴിയുന്നു, ദിവസവും കാണുകയല്ലേ. ക്ലിഫ് ഹൗസിൽ അല്ല, ഇത് നിറങ്ങുന്നു. ലെജൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലവർക്കറിയാം, ചിലർക്ക് സംശയം തോന്നും ആരാണെന്നല്ലേ? ആരാണെന്ന്. ആരാ? എന്നെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയനെ പറ്റി ജീവിത കഥയുമായി ബന്ധപ്പെട്ട് ആസ്പദമാക്കി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർമ്മിക്കുന്ന പുതിയ ഡോക്യുമെന്ററിയാണ് ദി ലെജൻഡ്. അതിന് എത്ര ലക്ഷങ്ങളാണ് 15 ചെലവഴിച്ചിരിക്കുന്നത്? ലക്ഷമാണ് ഡോക്യുമെന്ററി ചിത്രീകരിച്ച്. സംവിധായകനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, 40 ലക്ഷം രൂപ മൊത്തത്തിലുള്ള ചെലവ് 40 ലക്ഷം രൂപയാണ്. ഈ ജീവനക്കാർ തന്നെയാണ് ഇത് കൊടുക്കുന്നത്, വേറെ ആരുടെയും പോക്കറ്റിൽ നിന്നല്ല. ഇത് ഇവിടെ പ്രദർശിപ്പിച്ചതിന് ശേഷം പിന്നീട് അടുത്ത ഓസ്കാർ അവാർഡിന് അയക്കുമെന്നും സാധ്യതയുണ്ട്. അതിന് അവിടെ സെലക്ഷൻ കിട്ടാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ളതാണ്. കാരണം കേരളം എന്നും ഒന്നാമതാണ്. കേരളം ലോകത്തിന് തന്നെ മാതൃകയാണെന്നുള്ളതാണ്. എന്നാൽ ഈ ദി ലെജൻഡ് എന്ന് പറയുന്ന പിണറായി വിജയന്റെ ആ ഒരു ജീവിത കഥയെ ആസ്പദമാക്കിയിട്ട് സാറ് ഇപ്പോൾ കേരള രാഷ്ട്രീയം സാറിന് ഏറെക്കുറെ അറിയാം. എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് സാറിനുണ്ട്. ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പിണറായി വിജയന്റെ ഒരു ജീവിതകഥ ഏകദേശം സാറിന് അറിയായിരിക്കും. എന്തൊക്കെയായിരിക്കും അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്? അതിനകത്തെന്തോ അദ്ദേഹം ആരെയും ഭയക്കാതെ നടക്കുന്ന ഒരാളാണ് എന്നുള്ളതായിരിക്കും കാണിക്കുന്നത്. ഏറ്റവും അവസാനം വന്ന് കേരളത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അതൊക്കെ എല്ലാവർക്കും അറിയാം. അതിലൊരു സസ്പെൻസ് കാണുമല്ലോ. ആർക്കും അറിയാത്ത ഈ അറിയാത്ത കഥകൾ എന്നൊക്കെ പറഞ്ഞു. അറിയാത്ത കഥകൾ ഇത് ജനത്തിന് അറിയണമെന്നും വലിയ താല്പര്യമില്ലെന്നുള്ളതാണ് കേട്ടോ. ഇത് കാണുമ്പോഴേ ജനം ഓടുമെന്നുള്ളതാണ്. അതിനകത്ത് താല്പര്യവുമില്ല. മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത് ലെജൻഡ് എന്നൊക്കെ പറഞ്ഞ് ഡോക്യുമെൻ്ററി അല്ല, വലിയ ചിത്രങ്ങൾ തന്നെ എടുക്കേണ്ട ആൾക്കാരിവിടെ ഉണ്ടായിരുന്നു. AK ഗോപാലനോ അല്ലെങ്കിൽ EMS. ഇപ്പോൾ EMSനെ കുറിച്ചുള്ള ചിത്രങ്ങളുടെ പ്രദർശനം നടത്തിയാൽ ഇപ്പോഴും വലിയ ആൾക്കൂട്ടമുണ്ട്. മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫറായിരുന്ന B. ജയചന്ദ്രൻ എടുത്ത ഫോട്ടോ പ്രദർശനം തിരുവനന്തപുരത്ത് പല വേദികളിലുമൊക്കെ കാണിച്ചിട്ടുണ്ട്. EMSനെ കുറിച്ച് മാത്രമുള്ള ആ ഫോട്ടോയുടെ അത് തന്നെ കാണാൻ ആൾക്കാർ കൂടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇതൊരു ചലിക്കുന്ന ചിത്രമാണെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർക്ക് വലിയ താല്പര്യമില്ലെന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ ചെയ്തികളെല്ലാം ആൾക്കാർ കാണുകയല്ലേ. പിന്നെ ഇനി അത് സ്ക്രീനിലിട്ട് കാണാൻ ലെജൻഡ് എന്നൊക്കെ പറയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കാണില്ലേ? എന്ത് കാണാൻ? ഒന്നുമില്ല. നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഇപ്പം ഒരു കാര്യം ആലോചിക്കണം. പാർട്ടിയിൽ ഇത് ലെജൻഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടുവരുന്ന എന്തടിസ്ഥാനത്തിലാണ്? VS അച്യുതാനന്ദനെ ഇതുപോലെ ജനങ്ങൾ തന്നെ, ഇതിപ്പം PR വർക്കാണ്, ഇവർ തന്നെ പൊക്കി ഉയർത്തിക്കൊണ്ട് വരികയാണ്. കാരണം അതിന് സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് ചുമ്മാ അല്ല, മാസം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്? അവരുടെ യൂണിയനാണത് ചെയ്യുന്നത്. അത് ഇവർ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. VS അച്യുതാനന്ദനെ ജനങ്ങൾ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. അവർ തന്നെയാണ് നെഞ്ചേറ്റിൽ ആളിച്ചത്. അവർ തന്നെയാണ് 2016 തിരഞ്ഞെടുപ്പ് വരെ വളരെ നെഞ്ചേറ്റി നിർത്തി മുദ്രാവാക്യം വിളിച്ചത്. കണ്ണേ കരളേ VS എന്നൊക്കെ വിളിച്ചപ്പോഴും ജനങ്ങളുടെ ഇടയിലൂടെ നടന്നിറങ്ങുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമുക്കിപ്പോഴും മറക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ അതിൽ അസഹിഷ്ണുതയുണ്ടായ ആളാണ് പിണറായി വിജയൻ. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞ എന്താണ്? വ്യക്തിയല്ല വലുത്, പ്രസ്ഥാനമാണ് വലുത് എന്നൊക്കെ. അതിനൊരു ഉറുദു കവിതയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട്, സമുദ്രത്തിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് ബക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സമുദ്രത്തിൻ്റെ മാർത്തട്ടിൽ നിൽക്കുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ എഴുതി കൊടുത്തു. അത് പറഞ്ഞു. അത് VSനെ തന്നെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ണൂരിലെ ചെന്താരകം എന്ന് പറഞ്ഞുകൊണ്ട് P. ജയരാജനെ അല്ലേ അവിടുത്തെ അണികൾ വാഴ്ത്തുകയും ഫ്ലെക്സ് വയ്ക്കുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തപ്പോഴും അതിനെതിരെയൊക്കെ VS പടവാളുയർത്തിയ ആളാണ് അല്ലേ. ആ VSനെ തന്നെയാണ് പല മീറ്റിങ്ങുകളിലും വാഴ്ത്തൽ നടത്തുന്നത്. ഒരിക്കൽ കോട്ടയത്ത് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് VSനെ ഒരു വലിയ മഴയത്താണ് ഈ സമാപന സമ്മേളനം നടക്കുന്നത്.
വി എസിനെ ആൾക്കാർ മുദ്രാവാക്യം വിളിച്ച് കൊണ്ടിരിക്കുകയാണ്. പിണറായി പ്രസംഗിക്കാൻ എഴുന്നേറ്റ് വന്നിട്ടും വി എസിന് അനുകൂലമായ മുദ്രാവാക്യം വിളി അവസാനിക്കുന്നില്ല. ഉടനെ വി എസ് പിണറായി അവിടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞത് എന്താണ്, പിന്നെ കള്ള് കുടിച്ചിട്ട് ഇവിടെ മറ്റേ അത് വയറ്റിൽ കിടക്കണം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ വ്യക്തിയെ ഉള്ള ആരാധനയല്ല, ഇത് പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള പിണറായിയാണ് ഇപ്പോൾ എന്താണ് സ്വന്തം ആയിട്ട് പൈസ മുടക്കുകയും അവരുടെ പാർട്ടി യൂണിയനെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്. ഇപ്പം എന്തെല്ലാം, ഇപ്പം ഇത് പിന്നെ ചിത്രം, ഡോക്യുമെൻ്ററി, അതുപോലെ തന്നെ ഭരണത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകഥ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കാണും, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇത് കാണും. അപ്പോൾ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അപ്പൂപ്പൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ അല്ലേ, കുടുംബകഥ എടുക്കുമ്പോഴും നല്ല രസമായിരിക്കും. മാസപ്പടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരാൻ സാധ്യതയുണ്ടായിരിക്കും അല്ലേ, മാസപ്പടിയും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരുമെന്നാണ് ഈ പറയുന്നത് പോലെ. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കാര്യം എടുത്താലും ആശാ വർക്കേഴ്സ്, ഈ പറഞ്ഞ പലവിധ സെക്രട്ടേറിയറ്റ് സമരങ്ങള്, കൊലപാതകങ്ങള്, അല്ലെങ്കിൽ ബലാത്സംഗ കേസുകള്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അദ്ദേഹം നേരിട്ടിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് വരാൻ സാധ്യതയില്ലേ? അല്ലെ, പുസ്തകം എഴുതുന്നത് ആരായിരിക്കും? ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നവരല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ലല്ലോ അതിനകത്ത് വരുന്നത്. എല്ലാം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏതൊരു വിഷയത്തെയും അനുകൂലമാക്കി മാറ്റും. പ്രത്യേകിച്ച് CPM-കാർക്ക് അതിനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തുടർഭരണം നേടിയത്? അതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനം എന്ന് പറയുന്നത്. ഇവരെന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് അറിയാമോ? തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷമേ ഉള്ളൂ. ഇവർക്കറിയാം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. അത് ഈ കോൺഗ്രസ്സുകാരന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നെ അതിന് വേണ്ട തരത്തിൽ പ്രതികരിക്കാനും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ ഇടയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് സാർ, SKN-നുമായിട്ട് 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായരുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് 24 ന്യൂസ് ആദ്യം മുഖ്യമന്ത്രിയോടാണ് ഒരു ഇൻട്രാക്ട് ചെയ്ത്. അപ്പോൾ പുള്ളി കുറച്ചുകൂടെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ ഇറങ്ങി ചെന്നപ്പം ചോദിച്ചു, ക്ലിഫ് ഹൗസിലൊക്കെ ഈ മീറ്റിങ്ങുകളൊക്കെ നടത്താനുള്ള സൗകര്യങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, അവിടെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ഇത്രയും പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് അവിടെ വെച്ച് യാതൊന്നും നടത്താറില്ല. പിന്നെ ഈ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ, ഇത് ക്ലിഫ് ഹൗസിന് ഇത്ര ഇതുണ്ടാകും, അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, പിന്നെ കുറച്ച് അത്യാവശ്യം കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള. പക്ഷെ ഞാൻ അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാര്യം ഞാൻ ഓർത്തത്. കാരണം രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങുന്ന ഒരു ജനക്കൂട്ടമുണ്ട് അവിടെ. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ആ ഗേറ്റും കടന്നു പോകുന്ന ഒരു പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെന്ന് കണ്ടിട്ടില്ല, പക്ഷെ പലരും ആ ഒരു അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. 6 മണി, അദ്ദേഹം ഒരു 5-5:30 ആകുമ്പോഴേ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുക. ചിലപ്പം ഈ ബനിയനൊക്കെ ഇട്ട് വീട്ടിൽ ഇരിക്കുന്ന വേഷത്തിൽ മുടിയൊന്നും ചീവുകാതെ, നമുക്കറിയാം വലിയ ആർഭാടമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളി ഈ നിരന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ഓരോ കാര്യങ്ങളുമായിട്ട് അപേക്ഷകളുമായിട്ടാണ് ഡയറക്റ്റ് ഒരു മുഖ്യമന്ത്രി ചെന്ന് കാണാനുള്ള ഒരു സന്ദർഭമാണ്. രാവിലെ 6 മണിക്കിലെ നമ്മൾ ചില ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി നിൽക്കത്തില്ലേ, ചില ഹോസ്പിറ്റലിൽ, അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നു. ഉടനടി തന്നെ ചില കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കുന്നു. അതിന് ചിലപ്പോൾ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയോ ഒക്കെ കാണും. ഉടനടി തന്നെ ഒരു ചെവിയിൽ ഇങ്ങനെ ഫോൺ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ ഓരോരുത്തർ കാര്യം. അപ്പോൾ ഫോണിൽ കൂടെ മറ്റ് കാര്യങ്ങൾ ഇടും, അടുത്തടുത്ത ആൾക്കാർ ഇങ്ങനെ. ഒരു പക്ഷേ ഈ CPM പാർട്ടിയിലുള്ള പ്രധാന വ്യക്തികൾ പോലും അദ്ദേഹത്തിനെ ചെന്ന് കാണാം അവിടെ. അപ്പം ഞാൻ ഈ ഒരു കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വ്യക്തിയാണ് എന്നോട് പറഞ്ഞത്, ഞങ്ങളൊക്കെ അവിടെ ചെന്ന് നിന്നാൽ ഞങ്ങളെ ഒന്നും ഗൗനിക്കാറില്ല. സാധാരണ ജനങ്ങൾ, ഞങ്ങൾ പാർട്ടിയുടെ നേതാവാണ്, ചിലപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു പറയും. MLA-മാരും മന്ത്രിമാരും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ ജനങ്ങളുടെ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് മുഖം അങ്ങോട്ടേക്ക് തിരിയും. അത്രയ്ക്ക് ഒരു സാധാരണ വ്യക്തി. അതൊക്കെയല്ലേ ഒരു ലെജൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊക്കെയല്ലേ ഒരു വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം എന്നൊക്കെ പറയുന്നത്, മുഖ്യമന്ത്രി എന്നൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. അല്ലെ, ക്ലിഫ് ഹൗസിൽ വെച്ച് മാത്രമല്ല അദ്ദേഹം ആൾക്കാരെ കാണുന്നത്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാലും ആൾക്കാരുടെ പരാതി അദ്ദേഹം കേൾക്കാറുണ്ട്. അതിൻ്റേതായ ഉദാഹരണങ്ങൾ ധാരാളം ഉണ്ടെന്നുള്ളത്. അപ്പം അവർക്കൊക്കെയാണ് ഈ ലെജൻഡ് എന്നുള്ള വാക്ക് ഉചിതമാകുന്നത്, അല്ലാതെ ഈ ഇത്തരത്തിലുള്ളവർക്കല്ല എന്നുള്ളതാണ്. പിന്നെ ആർക്കും എന്തും എടുത്ത് അണിയാമല്ലോ, അങ്ങനെ പിണറായിയും അണിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.